So we talked regarding adolescent psychology in the previous class. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം അഡോളസെൻറ്റ് സെക്ഷുവാലിറ്റിയെക്കുറിച്ചാണ്. സോ ദാറ്റ് ഇൻക്ലൂഡ് ദി അഡോളസെൻറ്റ് സെക്ഷൽ കൺസേൺസ് ആൻഡ് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ, ഹോമോസെക്ഷുവാലിറ്റി ആൻഡ് പ്രൊമിസ്ക്യൂസ് സെക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിക്കവാറും നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഈ അഡോളസെൻറ്റ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിലോ അതോ കോളേജുകളിലോ ഒന്നും തന്നെ സംസാരിക്കാൻ മടിക്കുന്നതോ അല്ലെങ്കിൽ എന്തോ ഒളിച്ചു വെക്കേണ്ട കാര്യം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നോ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രോബ്ലം മുതൽ സെക്ഷൽ പ്രോബ്ലത്തിൽ ഏറ്റവും സിവിയറായിട്ട് അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആക്ച്വലി ഈ അഡോളസെൻറ്റ് ഗ്രൂപ്പ്. അപ്പം അവരെക്കുറിച്ച് തന്നെ ഇപ്പം അഡോളസെൻറ്റിനെ നമ്മളൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് അഡോളസെൻറ്റ് കൈകാര്യം ചെയ്തതെങ്കിലും ഓൾമോസ്റ്റ് ഒരു സൈക്കോളജിക്കലായാലും അല്ലെങ്കിൽ സെക്ഷൽ മെച്ചുറേഷനിലായാലും ഒക്കെ നോക്കുമ്പോൾ ആക്ച്വലി ഒരു അഡൽട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഡോളസെൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ചൈൽഡ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ചൈൽഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. ഒരു അഡൽട്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെ വരുന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ ഈ അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അഡൽട്ടിൻ്റെ പകുതിയും ചൈൽഡിൻ്റെ പകുതിയും ഈ രണ്ടിനെയും വെച്ചിട്ടാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഹോർമോണൽ ചേഞ്ചസ് ആവട്ടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു അഡൽട്ടായിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരം കുട്ടികളെ കാണുന്നത്. സോ ദോ ആൻ അഡോളസെൻ്റ് ഈസ് still a child, he or she is almost an adult as far as psychological and sexual maturation is concerned as a result of hormonal changes. So ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികളെ അഡൾട്ടായിട്ട് കണക്കാക്കുന്നത്. കാരണം അവരുടെ സെക്ഷൽ മെച്ചുറേഷനും സൈക്കോളജിക്കൽ മെച്ചുറേഷനും ഓൾമോസ്റ്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നോ ഡൗട്ട് ദിസ് സഡൻ ട്രാൻസ്ഫോർമേഷൻ ടുഗദർ വിത്ത് എക്സ്പോഷർ ടു ഇൻഫ്ലുവൻസസ് ഓഫ് പീസ് ആൻഡ് പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ലീവ്സ് ഹിം utterly confused on his or her knowledge, attitudes and behavior concerning sex. So നോക്കുക, ഇപ്പം ഈ ഒരു സഡൻ ഞാൻ നേരത്തെ പറഞ്ഞ അഡൽട്ട്ഹുഡിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ടിലേക്കുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതൊരു വളരെ സഡനായിട്ടുള്ളൊരു പ്രോസസ്സാണ് പലപ്പോഴും അനുഭവിക്കുന്നത്. കാരണം ഇപ്പം പിന്നെ ഗേൾസിൻ്റെ കാര്യം എടുത്താലും ബോയ്സിൻ്റെ കാര്യം എടുത്താലും ഈ ഒരു സഡൻ ആയിട്ടുള്ള ഈ ചേഞ്ച് അത് പലപ്പോഴും പല ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള കാര്യങ്ങളും, അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രിൻ്റ് ഇലക്ട്രോണിക് മീഡിയകളൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നതോ സൗന്ദര്യ സങ്കല്പങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അറിവുകളും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ബിഹേവിയറിലൊക്കെ പ്രശ്നങ്ങളും സെക്സിനെ സംബന്ധിച്ച് ഈ ഒരു പ്രായത്തിലുണ്ടാവും. സോ കമ്മിങ് ടു സെക്ഷൽ കൺസേൺസ്, ദ അഡോളസെൻ്റ് ഈസ് ഓഫൻ ആങ്ഷ്യസ് അബൌട്ട് നക്ചേർണൽ ഡിസ്ചാർജ്. ഐ ടോൾഡ് യു വാട്ട് യു മീൻ ബൈ നൊക്സ്റ്റേർണൽ ഡിസ്ചാർജ്. ദാറ്റ് മീൻ ബി വെറ്റ് ഡ്രീംസ് ഒക്കെ എന്നൊക്കെ പറയുന്നത് ബോയ്സിൽ വരുന്ന അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് വിളിക്കാവുന്ന കാര്യമാണ് നൊക്സ്റ്റേർണൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അത് എന്താണ്, ഈ സ്പെർമാക്കയുടെ ഭാഗമായിട്ട് സ്പേം പ്രൊഡക്ഷൻ ഒരു പ്രായം കഴിയുമ്പോൾ സ്പേം പ്രൊഡക്ഷൻ നടന്നു വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ദർ വിൽ ബി കൺസേൺസ് റിഗാർഡിങ് പെനൈൽ സൈസ് ഓഫ് പെനീസ്, ഷേപ്പ് ആൻഡ് ഇറക്ഷൻ. സോ ദേ വിൽ ബി ഗെറ്റിംഗ് ഓൾ കൈൻഡ് ഓഫ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ റിഗാർഡിങ് ദീസ് തിങ്സ്. മേ ബി ദേ സീക്ക്, നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ദേ സീക്ക് ഇൻഫർമേഷൻ ഫ്രം റോങ് സോഴ്സസ്. അപ്പോൾ റോങ് സോഴ്സസിലാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവർക്ക് അറിയുന്ന തെറ്റുകൾ അത് കുറച്ചും കൂടെ പൊലിപ്പിച്ചിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പം ഇതിന് ഒരു അനാറ്റമിക്കലായിട്ടോ ഫിസിയോളജിക്കലായിട്ടോ ഒരു നോളജും ഇല്ലാത്ത ഒരാളെടുത്തായിരിക്കും ഒരു പക്ഷേ ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത്.
and also growth of hair, menses, breasts and appearance to influence the opposite sex. അപ്പം ഗേൾസിലേക്കാണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഒരു പ്രശ്നമായിട്ട് വരും, ബോത്ത് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, പല സ്ഥലത്ത് ഇപ്പം മുഖത്തെ രോമ വളർച്ചകളൊക്കെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ കൂടുതലായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ചില ജനറ്റിക്കലി ഒക്കെ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഹോർമോൺ പ്രശ്നം തന്നെ വേണമെന്നില്ല. അപ്പോൾ അതൊക്കെ വലിയൊരു എന്താണ് ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടാണ് ഇന്നത്തെ ആളുകൾ കരുതുന്നത്. അതുപോലെ മെൻസസിൻ്റെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഗേൾസിന് പലപ്പോഴും ഇത് തുറന്ന് ആരോട് സംസാരിക്കണം എന്നറിയാത്തൊരവസ്ഥ, വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റില്ല, അല്ലെ പിയർ ഗ്രൂപ്പിനോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടിയോട് സംസാരിച്ചാൽ കിട്ടുന്ന അങ്ങനെ നോളജ് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കും. അതുപോലെ ബ്രസ്റ്റ് റിഗാർഡിങ് നമ്മൾ പറഞ്ഞു, എന്താണ് തെലാർക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ബ്രസ്റ്റ് പിന്നെ ഗ്രോത്തിൻ്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പം അതിനെക്കുറിച്ചുള്ള ഈ ഓവർ ആങ്സൈറ്റി, ഇതൊക്കെ ഇതിൻ്റെ കാലത്ത് വരും. അതുപോലെ അപ്പിയറൻസ് ടു ഇൻഫ്ലുവൻസ് ദി ഓപ്പോസിറ്റ് സെക്സ്. സോ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു പ്രായത്തിലെ സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്. ഏതൊരു ജീവിവർഗത്തെയും എടുത്തു കഴിഞ്ഞാൽ ആ ജീവിവർഗത്തിനൊക്കെ തന്നെ ഈ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രകൃതി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എന്നാലേ ആ ജീവിവർഗത്തിൻ്റെ റീപ്രൊഡക്ഷൻ നടന്ന് അതിനെ വംശം മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പം നമ്മൾ ഏത് ജീവിവർഗത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഇപ്പം പീക്കോക്ക് അങ്ങനെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആൺവർഗമാണ് ഏറ്റവും എന്താണ് പീലിയൊക്കെ ഉള്ളത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മുടെ ഈ പരിണാമ സിദ്ധാന്തം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, അത് എതിർ സെക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ജീവിവർഗത്തിലെടുത്ത് നോക്കിയാലും ഈ ആൺവർഗത്തിൻ്റെ കുറച്ച് കളറൊക്കെ കൂടി അല്ലേ, കുറച്ച് കളർഫുള്ളായിരിക്കും അതിലുള്ള ആളുകളൊക്കെ. അപ്പോൾ അത് അതായത് ഇണയെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ, അപ്പോൾ ഇണ സ്വീകരിക്കണം. അപ്പോൾ അവിടെ ഒരു കൺസേണിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഇണ ഈ ആണിനെ സ്വീകരിച്ചാൽ മാത്രമേ അവിടെ മേറ്റിംഗ് നടക്കുന്നുള്ളൂ, ഈ റീപ്രൊഡക്ഷൻ സാധ്യമാവുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിന് ഇതൊരു അപ്പിയറൻസ് ടു ഇൻഫ്ലുവൻസ് ദി ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. അത് രണ്ടാളുകളിലും സംഭവിക്കും. അത് പെൺവർഗ്ഗങ്ങളും ആൺവർഗ്ഗത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, the usual barrier of communication with the parents enhances the adolescence worry. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് പേരൻസിനോട് തുറന്ന് സംസാരിക്കാൻ സാധാരണഗതിയിൽ ഒരു തുറന്ന് ഇന്നൊക്കെ എത്രയോ മാറിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു റൂം പലപ്പോഴും പേരൻസിനും ഇവർക്കും ഇടയിൽ, കുട്ടികൾക്കും ഇടയിൽ തമ്മിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഇവർ അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റുകൾ വളരെ കൂടുതലായിരിക്കും. മൂവിങ് ടു അതർ തിങ്, ദാറ്റ് ഈസ് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ. എന്താണ് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് നോക്കാം. മോസ്റ്റ് അഡolescents indulge in self gratification. In other words, it is called as masturbation to quench the sexual desire and obtain pleasure out of this practice. So മൊത്തത്തിലുള്ളൊരു ബയോളജി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജീവിവർഗവും അതിൻ്റെ ഒരു മേജർ ശതമാനം ജീവികൾ, ഞാൻ മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവികളുടെയും നിങ്ങൾ ബയോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓർ ദി അതർ വേ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് മാസ്റ്റർബേഷൻ വൺ ഓർ ദി അതർ വേ ഈ ജീവികളിൽ സംഭവിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷേ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് ഒരു ഗിൽറ്റ്, അല്ലെങ്കിൽ അത് തെറ്റ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സമൂഹം അതിനെ കാണുന്നത്. അപ്പോൾ യെറ്റ് ദേ ആർ ലെഫ്റ്റ് വിത്ത് ആൻ ഇൻറ്റൻസ് ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ആൻഡ് റൺ അബ്സല്യൂട്ട് അബൌട്ട് ഫ്യൂളിഷ്ലി ടു ഗെറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദീസ് ഹാംലെസ് പാർട്ടീസ് ഫ്രം ക്വാക്സ് ആൻഡ് അതർ അൺസ്ക്രാപ്പറസ് എലമെൻറ്റ്. സോ എന്താണ് ഉണ്ടാകുന്നത്, ഇത് ബയോളജിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൽ ഡിസയേഴ്സ് വരുന്നതും അതിൽ നിന്നൊരു പ്ലഷർ കണ്ടെത്താൻ ഈ ജീവിവർഗം അല്ലെങ്കിൽ മനുഷ്യനടക്കമുള്ള ജീവിവർഗം തയ്യാറാവുകയും ചെയ്യുന്നത്. എന്നാൽ എന്താണ്, ഇത് നമ്മളുടെ ഈ സമൂഹത്തിലുള്ള ഒരു പക്ഷേ റിലീജിയസ് ആവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവാഞ്ചലിക്കൽ ആയിട്ടുള്ളൊരു സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഗിൽറ്റാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഇപ്പം എല്ലാ റിലീജിയനും എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ ഇത് പലപ്പോഴും തെറ്റാണെന്ന് പഠിക്കുന്ന റിലീജിയനായിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ തന്നെ ഇത് മൊത്തം പണ്ട് മുതലേ ഇത് തെറ്റാണ്, ഇങ്ങനൊരു സാധനം അല്ലെങ്കിൽ ആണെന്ന് ഇത് ഒരു പ്രാവശ്യം ചെയ്തു പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ട് വലിയ ആഘാതമായിട്ടുണ്ടാവുക. അപ്പം
ഇതിന് അവർ ചെല്ലുന്നത് ഒരു പക്ഷേ ഇത് ഒരു പ്രശ്നമാണ്, എനിക്ക് എന്താണ് മാസ്റ്റർബേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, അതൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഡോക്ടറെ കാണുകയും അതിന് മരുന്ന് തരണം എന്ന് പറഞ്ഞു വരുന്ന കുട്ടികൾ പലപ്പോഴും കാണാറുണ്ട്. അത് പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അടുത്തായിരിക്കില്ല അവർ വരിക, ഏതെങ്കിലും വ്യാജ വൈദ്യന്മാരെടുത്തോ ഈ പറഞ്ഞ എന്താ പറയുക അങ്ങാടി വൈദ്യമോ അങ്ങനെ നിങ്ങൾ പത്രത്തിലൊക്കെ പരസ്യം കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെടുത്തൊക്കെ ആയിരിക്കും ചെന്നെത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഇമ്മച്വറായിട്ടുള്ള ബയോളജിയെക്കുറിച്ചോ ഫിസിയോളജിയെക്കുറിച്ചോ ഒരു പ്രാഥമികമായിട്ട് അറിവ് പോലും ഇല്ലാത്ത ആളുകളെടുത്തായിരിക്കും ഇതിനുള്ള എന്താണ് ഇതെങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത് അവർ സീക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ. സോ നെക്സ്റ്റ് തിങ് ഈസ് ഹോമോസെക്ഷുവാലിറ്റി. Sooner or later, the adolescent may develop a very intimate closeness with an individual of same sex. So, ഇതൊരു സാധാരണഗതിയിൽ എല്ലാവരിലും സംഭവിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാലും ഹോമോസെക്ഷുവാലിറ്റിയിലെ ഒരു ചെറിയൊരു ഫേസ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ്നെസ് ഒരേ സെക്സിലുള്ള ആളുകളോടും തോന്നാം. അത് ഒരു വലിയ പാപമുള്ളതായിട്ടുള്ളൊരു കാര്യമല്ല. ആസ് എ റൂൾ ദിസ് ഈസ് എ ട്രാൻസിഷണൽ ഫേസ് ഇൻ ആൻ അഡolescent's ലൈഫ് ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ് ഡൈസ് ഡൗൺ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതൊരു അഡolescent ഫേസിൻ്റെ ഒരു ട്രാൻസിഷനായിട്ടായി വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ ഒരു ഫേസ്. അതായത് ചൈൽഡ്ഹുഡിൽ നിന്നും അഡolescence വരുമ്പോൾ ആ അഡolescence ലൈഫിന് പതുക്കെ ട്രാൻസിഷൻ ചെയ്യുകയും പക്ഷേ ലേറ്റർ ലൈഫിലൊന്നും ഇതിൻ്റെ യാതൊരു പ്രശ്നങ്ങളും പിന്നീട് കാണാതാവുകയും ചെയ്യാറുണ്ട്. However, in a small proportion of the adolescent, such a homosexual relationship may pass on into adult life on account of an enhanced fixed identity, leading ടു പ്രോബ്ലം. ഇത് ചില ആളുകൾക്കെങ്കിലും എന്ത് പറ്റും, ഇങ്ങനെ ഒരു വളരെ സ്മോൾ പ്രപ്പോർഷൻ ആളുകൾക്കും ഈ ഹോമോസെക്ഷുവാലിറ്റി പിന്നീടുള്ള ലൈഫിലേക്ക് പോവുകയും ഇത് അഡൾട്ട് ലൈഫിലേക്ക് പാസ് ചെയ്യുകയും ഇത് ഒരു 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 ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയും അതിനെ തുടർന്നുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു സാധ്യത മാത്രമാണ്, എല്ലാവരിലും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഹോമോസെക്ഷുവാലിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളെ അഡolescent ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ മിന്നി മറഞ്ഞു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അതൊരു ട്രാൻസിഷണൽ ഫേസിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് വിചാരിച്ച് 1-2 പ്രാവശ്യം അങ്ങനെ ഒരു കാര്യം തോന്നിയതിന് ശേഷം അതൊരു വലിയൊരു പ്രശ്നമായിട്ടൊരു ഇമോഷണൽ പ്രോബ്ലമായിട്ട് പലരും ക്യാരി ഓവർ ചെയ്യാറുണ്ട്. ബട്ട് ജസ്റ്റ് എ ഫേസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തേർഡ് ജെൻഡറിൻ്റെ കാര്യമാണ്. പക്ഷേ തേർഡ് ജെൻഡർ ഇതല്ല. ഹോമോസെക്ഷുവാലിറ്റിയും തേർഡ് ജെൻഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ബയോളജിയിൽ കൃത്യമായിട്ടത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് തേർഡ് ജെൻഡർ എന്നും. അത് ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല തേർഡ് ജെൻഡർ എന്ന് പറയുന്നത്. റൈറ്റ്. So coming to next point, that is promiscuous sex. So let's see what do you mean by promiscuous sex. With the world shrinking into a global village through digital connectivity, aping the West, and resultant sexual promiscuity has become fashionable amongst our adolescents. So സാധാരണഗതിയിൽ എന്താണ് നമ്മൾ പലപ്പോഴും പ്രൊമിസ്ക്യസ് സെക്സ് എന്ന് പറയുന്നത് പല കാര്യങ്ങൾ പല സോഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഈ ഒരു സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള അഡൽട്ടാണ്. അപ്പോൾ ദിസ് പ്രൊമിസ്ക്യൂസിറ്റി ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു പിയർ ഗ്രൂപ്പ്. അപ്പോൾ ഇത് പലപ്പോഴും പിയർ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ മാത്രം കാണുന്ന ഏരിയ എന്നല്ല. ഓക്കെ, അപ്പോൾ അത് പലപ്പോഴും കുറച്ച് കൂടിയതിന് ശേഷം അതൊരു പക്ഷേ എ പ്രപ്പോർഷൻ ഓഫ് അഡolescent മേ വിസിറ്റ് റെഡ് ലൈറ്റ് ഏരിയാസ് ഇൻ പെർസ്യൂട്ട് ഓഫ് സെക്ഷൽ പ്ലഷർ. അപ്പോൾ ഈ സെക്ഷൽ പ്ലഷേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രങ്ങളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതകൾ ഈ ഒരു പ്രായത്തിൽ കുറച്ച് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇത് ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചും കൂടെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ആരും സംസാരിക്കാറില്ല. കാരണം ഇത് എങ്ങനെ നമ്മളൊരു സെക്ഷൽ പ്രഷർ എങ്ങനെ കൃത്യമായിട്ട് അതിനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒന്നും കുട്ടികളെ പഠിക്കാത്തത് കാരണം ഇത് അവർ ചിലപ്പോൾ ദേ സീക്ക് റോങ് പ്ലേസസ് ചെന്നിട്ടായിരിക്കും ഇതിനുള്ള പ്രഷർ കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്
they seldom use contraceptive measures, exposing themselves to unsafe, unprotected sex. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൽ പ്രഷറിലേക്ക് പോകുമ്പോൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണ്, ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ഉണ്ടാവും, അവിടെ ഈ STDs ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടാവും. അതുപോലെ തന്നെ ദേ മേ ഗെറ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്, ഇല്ലീഗൽ അബോർഷൻസ് വിത്ത് കോംപ്ലിക്കേഷൻസ്, മെറ്റേണൽ ഡെത്ത്, അബാൻഡൻഡ് ബേബീസ് ആൻഡ് സെക്ഷൽ അബ്യൂസ്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പം ഇവിടെയാണ് നമ്മളൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഇൻ്റർകോഴ്സ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിനല്ല, പക്ഷേ എങ്ങനെയാണ് മറ്റൊരാളുടെ കൺസേണോട് കൂടി എങ്ങനെയാണ് ഒരു സെക്ഷുവാലിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കലും കൂടിയാണ്. അതൊരു പക്ഷേ നല്ല സെക്സ് പ്രാക്ടീസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിപ്പിക്കുന്നതും കൂടിയാണ്. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇവർ എന്ത് ചെയ്യും, സാധാരണഗതിയിൽ ഇപ്പം പ്രായപൂർത്തിയായ, അല്ലെങ്കിൽ പ്രായപൂർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വോട്ടവകാശമല്ല, ഈ അഡലസൻസിനെയാണ് നമ്മൾ മിക്കവാറും പ്രായപൂർത്തിൻ്റെ ബയോളജിക്കൽ ടേമിന്. അപ്പോൾ ഈ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ അഡലസൻ്റ് ആയ 2 പേർക്ക് സെക്സ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്, അത് സെക്സ് ചെയ്യാം. പക്ഷേ എന്ത് സംഭവിക്കും, ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ ഒരു 16 വയസ്സുകാരി പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ 16 വയസ്സുകാരിക്ക് എന്താണ്, ഈ കുട്ടിയെ വളർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ അത് പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതായത് കുട്ടികളെ വളർത്താനായിട്ട് അവർ മെച്യൂർ ആയിട്ടില്ല, അതിനുള്ള സാഹചര്യങ്ങളുള്ള. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മനുഷ്യ സമൂഹത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വിവാഹത്തിൻ്റെ പ്രായം നിശ്ചയിക്കേണ്ടി വരുന്നതും, അത് കുട്ടികളെ വളർത്താനും അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ളൊരു മെൻ്റൽ മെച്യൂരിറ്റി എങ്കിലും വരണം എന്ന് നമ്മൾ തീരുമാനിക്കും. ഇതൊക്കെ മനുഷ്യന്മാർ തന്നെ സ്വയം കണ്ടെത്തിയതാണ്. പണ്ടത്തെ പ്രാക്ടീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, ശൈശവ വിവാഹവും ബാലവിവാഹവും ഉള്ള ഒരു സമൂഹത്തിൽ നിന്നും നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പഠിച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഭരണഘടനയൊക്കെ എഴുതിയിട്ട് അതിൽ ഇന്ന വയസ്സിന് ശേഷമേ വിവാഹം പാടുള്ളൂ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഈ വിവാഹ വയസ്സ് കുറവായ രാജ്യങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ്. കാരണം അഡolescent ലൈഫിലെ പ്രഗ്നൻസിയൊക്കെ കുറച്ച് ഡെലിവറിയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മെച്യൂരിറ്റി വന്നതിന് ശേഷം മതി ഇത് നമ്മൾ അല്ലെങ്കിൽ സമൂഹം തീരുമാനിക്കുന്നത്. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അല്ലാതെ ഇത് എന്തോ വലിയ മാരക കുറ്റമാണ് മായതുകൊണ്ടല്ല, സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രാക്ടീസുകളൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള അഡolescent ലൈഫിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയുള്ള ധാരണകൾ കിട്ടിയിട്ടില്ലെങ്കിൽ, കോൺട്രസെപ്റ്റീവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇല്ലീഗൽ അബോർഷൻസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, മെറ്റേണൽ ഡെത്ത്, അബാൻഡൻഡ് ബേബീസ്, സെക്ഷൽ അബ്യൂസ്, ഇതൊക്കെ ധാരാളം നടക്കും. ഈ പറഞ്ഞ സെക്ഷൽ അബ്യൂസിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ സമൂഹം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം അബ്യൂസീവായിട്ടാണ് ഒന്നും വേണ്ട, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പുരുഷന്മാർ കൃത്യമായിട്ട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാത്തൊരു സമൂഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ, അല്ലേ? അത് ഗേൾസിന് തീരെ കിട്ടുന്നില്ല, പക്ഷേ പുരുഷന്മാർക്കാണ് കൂടുതൽ വേണ്ടത്. കാരണം ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എതിർ സെക്സിനോട് അല്ലെങ്കിൽ പങ്കാളിയോട്, ഇണയോട് എങ്ങനെയാണ് ബഹുമാനത്തോടു കൂടി നമ്മൾ സമീപിക്കേണ്ടത്, അവരുടെ കൺസേണോട് കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് സത്യം പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എങ്ങനെ മേറ്റ് ചെയ്യണം, എങ്ങനെ ഇൻ്റർകോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കലല്ല. അത് ഒരു മൃഗത്തെയും ഒരു ജീവിയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. Empowering children with age-appropriate knowledge and information regarding healthy sexual activity through family education at home and in schools will go a long way in protecting adolescents. അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതായത് ഒരു കുട്ടികളെ കൃത്യമായിട്ട് ഹെൽത്തി സെക്ഷൽ ആക്ടിവിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഒരു ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ പോലെ അത് വീടുകളിലും സ്കൂളുകളും നടത്തുന്നത് കൊണ്ട് ഒരു അഡolescentനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി അവിടെ അത് നടക്കും. ഇഫ് നീഡ് ബി ഹെൽപ്പ് ഫ്രം ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് മേ ഓൾസോ ബി സോട്ട് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇതിനാവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഡോക്ടേഴ്സിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഒക്കെ എന്താണ് ഹെൽപ്പ് കൂടി നമുക്ക് തേടാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡോക്ടർ ആസ് എ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളെടുത്ത് ഈ സമയത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങളും പലതരത്തിലുള്ള സംശയങ്ങളുമായിട്ട് ആളുകളും ഈ പ്രായമുള്ള കുട്ടികളും വരും. അപ്പോൾ അവരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. ആ പഠിപ്പിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ എന്താണ് ഈ കാര്യം, അതായത് ഗിൽറ്റിനെ കുറിച്ച് അല്ല. നമ്മളെന്താണ് പറയുക, അയ്യോ അത് തെറ്റാണ് നീ അങ്ങനെ ചെയ്തോ, അത് നീ വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ള രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. ഇതിനെ ബയോളജിക്കൽ സെൻസിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഡോക്ടേഴ്സെങ്കിലും ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ കുറേ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് സ്ത്രീകൾക്കെതിരായ പ്രശ്നങ്ങളും ഒക്കെ വരെ നമുക്ക് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം സ്ത്രീകളെക്കാൾ ഉപരി പുരുഷന്മാരെയാണ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിങ് അഡലസൻറ്റ് സെക്ഷുവാലിറ്റി. സോ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. സെക്ഷൽ കൺസേൺസ് അവർക്കുണ്ടാവും, സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ഈ ഒരു പ്രായത്തിലുണ്ടാവും, ഹോമോസെക്ഷാലിറ്റിയുടെ ചില ഭാഗങ്ങളുണ്ട്, പ്രൊമിസ്ക്യസ് സെക്സ് എന്ന് പറയുന്ന, അതായത് സെക്സിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള വഴികൾ തേടാനുള്ളൊരു സാധ്യതയും അതിൻ്റെ അപകടവും ഒക്കെ നമ്മൾ കണക്കിലെടുക്കണം ഈ അഡലസൻറ്റ് സെക്ഷുവാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അടുത്തത് അഡലസൻസിൻ്റെ ന്യൂട്രീഷനാണ്, അതായത് ഭക്ഷണം. അപ്പോൾ ഈ അഡലസൻറ്റ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു പിന്നെ ഏജിൽ റാപ്പിഡായിട്ടുള്ളൊരു എന്താ പറയുക ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഉണ്ടാകുന്നൊരു കാരണമാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് അത് കറക്റ്റ് കലോട്രിഫിക് വാല്യൂവിൽ കൊടുക്കുക, അതുപോലെ പ്രോട്ടീൻസ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, ഏത് ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് കൂടുതൽ ഇങ്ങനത്തെ കണ്ടൻസ് ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അയൺ, കാൽസ്യം, സിങ്ക്, ഫോളിക് ആസിഡ്, അയഡിൻ, ഇതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻ. അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ടും അവർക്ക് കൊടുക്കേണ്ടതാണ്, ഒരു പീക്കായിട്ട് ഈ അഡലസൻസിൽ കിട്ടേണ്ട കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ പലതരത്തിൽ ഇപ്പോൾ അത്ലറ്റിക്സ് ആയാലും സ്പോർട്സിലായാലും പങ്കെടുക്കുന്ന ഒരു പ്രായം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കലോറി, ഹൈ ഇൻടേക്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് കലോറി അവർക്ക് ചിലപ്പോൾ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ മാൽനറിഷ്മെൻറ്റ് ഒരു പ്രശ്നമായിരിക്കും പലപ്പോഴും. ഈ ന്യൂട്രീഷണൽ സഫിഷ്യൻസി അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം മാൽനറിഷ്മെൻറ്റ് പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ സമൂഹത്തിൽ ഇന്ന് മാൽനറിഷ്മെൻറ്റിനേക്കാളും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ അഡലസൻസിൽ വരുന്ന എന്താണ് ഒബേസിറ്റിയെക്കുറിച്ചാണ്. ഓക്കെ, ഒബേസിറ്റി അതായത് അമിതവണ്ണം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒബേസിറ്റി പലപ്പോഴും എന്താണ് ജങ്ക് ഫുഡിൻ്റെയും സ്നാക്കിങ്ങിൻ്റെയും ഒരു വലിയൊരു അബണ്ടൻസ് വരുന്നൊരു കാലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓവർ വെയ്റ്റിനും ഒബേസിറ്റിക്ക് കാരണമാകും. അപ്പം അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരാനുള്ളൊരു കാരണമാണ്. അത് നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഇനി പറയാൻ പോകുന്നുണ്ട്, അപ്പോൾ നമുക്കതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ ഒബേസിറ്റിയാണ് ഇന്നിപ്പോൾ നമ്മളെ ഇവിടെ ഈ എന്താണ് ലോ ന്യൂട്രീഷ്യസ് ആയിട്ടൊന്നും ആ കുട്ടികൾക്ക് അല്ല, അതിനേക്കാൾ ഉപരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒബേസിറ്റിയെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒബേസിറ്റി എന്ന് വെച്ചാൽ 2 രീതിയിലാണ്. ഫെമിലിയൽ ആയിട്ട് വരുന്ന ഒബേസിറ്റി ഉണ്ട്. ഓക്കെ, ഫെമിലിയലായിട്ട് വരുന്ന ഒബേസിറ്റി ഉണ്ട്. അതല്ലാതെ എന്താണ് ഓർഗാനിക്, അതായത് സിസ്റ്റം വൈസ്, അവിടെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട്, ഓക്കെ, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന ഒബേസിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് കാര്യമെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ നമ്മൾ പറയുന്ന പത്യാപത്യ വിഹാരങ്ങൾ അല്ലെങ്കിൽ വിഹാരം എന്നൊക്കെ നമ്മൾ പറയേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ആയുർവേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോ ഡിസീസിനും അതിന് ആവശ്യമുള്ള പത്യാപത്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് നമ്മളെ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ അഡലസൻസിൻ്റെ ഒരു കൗൺസിലിംഗ് ട്രെയിനിങ് ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് സ്കൂളുകളൊക്കെ ചെന്ന് കൊടുക്കാൻ പറ്റേണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അഡലസൻറ്റ് ന്യൂട്രീഷൻ.